ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. വചനം പറയുന്നത് നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിൽ ഉള്ളതിനെ സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് പിതാവിൻ്റെ സ്നേഹമില്ല. എന്തുവാണ് പിതാവിൻ്റെ സ്നേഹം? എന്നെ കേൾക്കുന്ന പ്രിയരെ, പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് തൻ്റെ പുത്രനാണ്. ക്രിസ്തു ഉള്ളിൽ ഇല്ല എന്ന് വചനം പറയുകയാണ്. ലോകത്തെ സ്നേഹിക്കുന്ന, ലോകത്തിൻ്റെ മോഹത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വചനം പറയുന്നു, നിങ്ങളിൽ ക്രിസ്തു ഇല്ല. അതാണ് ലേഖനത്തിൽ ആത്മാവിൽ യോഹന്നാൻ പറയുന്നത്, നിങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇല്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തു ഉള്ളിലുള്ളതാണ്. അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ വരുന്നത്. അപ്പോൾ പിതാവിൽ നിന്ന് വന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നിന്നുള്ളതല്ല ഈ കൺമോഹവും ജഡമോഹവും ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ. ഇത് ലോകത്തിൻ്റെ മോഹമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്നാണ്. പുതിയ സൃഷ്ടിയാകുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടുകളഞ്ഞ ഒരു മനുഷ്യൻ്റെ അകത്താണ് പുതിയ സൃഷ്ടിയാകുന്ന, ക്രിസ്തു ഉള്ളിലിരുന്ന് പുതിയ സൃഷ്ടിയാകുന്ന ഒരു മനുഷ്യനാകുന്നു. ഈ വചനം കേൾക്കുമ്പോൾ നമ്മിലൊക്കെ നമ്മൾ പോലും അറിയാതെ കയറി വരുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല, ഇതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. എല്ലാം ദൈവം അനുവദിച്ചിട്ടാണ് എന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, എല്ലാം ദൈവം അനുവദിച്ചിട്ടെന്ന് നമ്മൾ പറയരുത്. ചിലത് നമ്മൾ ലോകത്തിൽ നിന്ന് എടുത്ത് നമ്മൾ അകത്ത് വയ്ക്കുന്നതാണ്, നമ്മുടെ ആഗ്രഹം എടുത്ത് അകത്ത് വയ്ക്കുന്നതാണ്. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ദൈവത്തിൽ നിന്നുള്ള ഒന്നേ ഉള്ളൂ, ക്രിസ്തുവാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ പ്രിയരെ, ലോകത്തിലുള്ളത് കയറത്തില്ല. അതിൻ്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഈ ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, കൺമോഹം, ഇതെല്ലാം നമ്മളെ വിട്ടു പോകും. എപ്പോൾ പോകും? ഇതെല്ലാം നമ്മളിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മളെ വിട്ടു പോകും. എത്ര നാൾ കൺമോഹം കൊണ്ട് നടക്കും? മരണം വരെ, പെട്ടിക്കകത്ത് ഒതുങ്ങുന്നത് വരെ. ജഡമോഹം എത്ര നാളിരിക്കും? പെട്ടിക്കകത്ത് ഒതുങ്ങുന്നത് വരെ. ജീവനത്തിൻ്റെ പ്രതാപം എത്ര നാളിരിക്കും? പെട്ടിക്കകത്ത് ഒതുങ്ങുന്നത് വരെ. എന്നാൽ പെട്ടിക്കകത്തും ഒതുങ്ങാത്ത ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മുറുകെ പിടിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.